ജെന്യൂനായിട്ട് ഇരിക്കുക. നമ്മൾ ജെന്യൂനായിട്ട് ഇരിക്കുക, അത്ര തന്നെ വേണ്ടോ. അത്രേ ഉള്ളൂ. പിന്നെ അനുഭവിക്കാനുള്ളതൊക്കെ നമ്മൾ എവിടെ പോയില്ലെങ്കിലും ഇപ്പോൾ വീട്ടിലേക്ക് അന്വേഷിച്ച് വരും. നമുക്ക് കിട്ടാനുള്ളതൊക്കെ ഇങ്ങോട്ട് വരും. നമ്മളിനി എന്തൊക്കെ സേഫ് ആയിട്ടിരുന്നാലും നമുക്കൊരു സിറ്റുവേഷനിൽ നമ്മൾ ചെന്ന് പെടണമെന്നുണ്ടെങ്കിൽ നമ്മൾ പോയിട്ട് അവിടെ എത്തും. ആ ഒരു സർക്കംസ്റ്റാൻസസിൽ പെടും. നമ്മൾ അത്രയും പ്രശ്നങ്ങൾ അനുഭവിക്കും. ഇഫ് ഇറ്റ് ഇസ് മെന്റ് ടു ബി ഇറ്റ് വിൽ ബി എന്ന് പറയുന്ന പോലെ അനുഭവിക്കാനുള്ളതൊക്കെ നമ്മൾ അനുഭവിക്കും. പക്ഷേ മാക്സിമം ജെന്യൂനായിട്ട് ഇരിക്കുക, ആരെയും ഹേർട്ട് ചെയ്യാതിരിക്കുക. ഹേർട്ട് ചെയ്തിട്ടപ്പോൾ നമുക്ക് എന്ത് കിട്ടാനാ? ഐ ബിലീവ് ഇൻ കർമ്മ അലോട്ട്. ഞാൻ ഭയങ്കരമായിട്ടുള്ളൊരു കർമ്മ ബിലീവറാണ്. ആണല്ലേ? അതെ. എങ്ങനെയാ, പണ്ട് മുതലേ അങ്ങനെയുള്ളതാണോ, അല്ലെങ്കിൽ ചില അനുഭവങ്ങളാണല്ലോ നമുക്ക് ചിലതൊക്കെ കൊണ്ടുതരുന്നത്? കർമ്മയിൽ വിശ്വസിക്കാനായിട്ടുള്ള ഒരു കാരണം എന്തായിരിക്കും? കൂടുതൽ നമ്മളൊരു സ്പിരിച്വലി ഇൻക്ലൈൻഡ് ആയിട്ടുള്ള ഒരു തോട്ടായിരുന്നു തുടക്കം തൊട്ട് തന്നെ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇപ്പം നമ്മൾ പറയില്ലേ, ഇപ്പോൾ ഞാൻ ഇൻഡസ്ട്രിയിൽ വന്നതിന് ശേഷം ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്, അതായത് വിജീഷ് ചെയ്യേണ്ട വേഷമാണ് അവർ ചെയ്യണത്, ആ വേഷങ്ങളൊക്കെ വിജീഷ് ചെയ്യേണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയൊന്നുമില്ല. അതായത് അവർ ചെയ്യേണ്ടത് അവർക്ക് കിട്ടും, അത്രേ ഉള്ളൂ. ഇപ്പോൾ ചക്രം എന്ന് പറഞ്ഞൊരു ഫിലിം ഞാൻ ലോഹി സാറിൻ്റെ കൂടെ ചെയ്യുന്ന സമയത്ത്, അത് ലാൽ സാർ, മോഹൻലാൽ സാറും ദിലീപേട്ടനും കൂടിയിട്ട് അഭിനയിച്ച ഫിലിം. കമൽ സാറ് ഡയറക്ഷൻ, ലോഹി സാറ് റൈറ്റർ ആയിട്ട് 22 ദിവസം ഷൂട്ട് ചെയ്ത ഫിലിമാണ് അത്. എന്നിട്ട് നിൽക്കുകയും കുറേ കാലത്തിന് ശേഷം അത് വീണ്ടും ചെയ്യാൻ വേണ്ടിയിട്ട് ലോഹി സാറ് ഡയറക്റ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങുന്ന സമയത്ത് കാസ്റ്റ് ചെയ്തത് രാജുവിനെയും തന്നെയാണ്, പൃഥ്വിരാജിനെയും എന്നെയാണ് കാസ്റ്റ് ചെയ്തത്. അപ്പോൾ അത് ദിലീപേട്ടൻ ചെയ്യേണ്ട വേഷമാണ് ഞാൻ ചെയ്തത്. അത് എനിക്ക് പറഞ്ഞേക്കാളും മുന്നേ അത് ജയസൂര്യായിരുന്നു, ജയനായിരുന്നു കാസ്റ്റ് ചെയ്തത്. അപ്പോൾ സ്വപ്നക്കൂട് സമയത്ത് ഞങ്ങൾ വർക്ക് ചെയ്യുന്ന സമയത്തൊക്കെ അവരിങ്ങനെ ഡിസ്കസ് ചെയ്യണം, കേൾക്കാം അതിനെ കുറിച്ച്. പക്ഷെ പിന്നീട് അവസാനം ജയനും എന്തോ തിരക്ക് വന്ന് മാറി, അവസാനം അത് എനിക്ക് വന്നു. വരാനിരിക്കുന്ന സാധനം എങ്ങനെയായാലും നമുക്ക് വരും. അത് ആ ഫൈനൽ മൊമെന്റിലാണ് വന്നത്. അപ്പോൾ എനിക്കുള്ളത് എനിക്ക് തന്നെ വരും. പിന്നെ അതല്ല, ഇപ്പോൾ വേറൊരു ആർട്ടിസ്റ്റ് ആണ്, എനിക്ക് ഉദ്ദേശിച്ച ക്യാരക്ടർ അങ്ങനെയൊന്നുമില്ല, അവർക്ക് കിട്ടേണ്ട ക്യാരക്ടറാണ് അവർ ചെയ്യണത്. എല്ലാം പറഞ്ഞ് ഫിക്സ് ചെയ്ത് വെച്ചിട്ട് അവസാന നിമിഷം പോയിട്ടുള്ള നല്ല കഥാപാത്രങ്ങളുണ്ടോ? ഇപ്പോഴും അത് ഓർത്തിട്ട് അയ്യോ അതെനിക്ക് ചെയ്യാൻ പറ്റിയില്ലല്ലോ എന്ന് തോന്നിയിട്ടുള്ള കഥാപാത്രങ്ങളുണ്ടോ? നല്ല കഥാപാത്രങ്ങളില്ല, പക്ഷെ ഒരുപാട് സിനിമകളുണ്ട്. പറഞ്ഞ് ഫിക്സ് ചെയ്തിട്ട് അവർ ഷൂട്ടും തുടങ്ങി, എന്നെ വിളിക്കണ കാണാനില്ല. ആദ്യം പറഞ്ഞു വെച്ചിട്ട് ആദ്യം പറഞ്ഞു വെച്ചു, റെമ്യൂണറേഷൻ ഫിക്സ് ചെയ്തു, ഡേറ്റ് ഫിക്സ് ചെയ്തു, ഒക്കെ ഫിക്സ് ചെയ്ത് ഞാനിങ്ങനെ വിളിക്കാൻ എപ്പോൾ വിളിക്കും, ഇപ്പോൾ എന്നെ വണ്ടി വരും കൊണ്ടുപോകാനൊക്കെ പറഞ്ഞിരിക്കുന്നു. പക്ഷേ പിന്നെ വിളിയൊന്നും കണ്ടില്ല. അപ്പോൾ ഞാൻ 2 ദിവസം കഴിഞ്ഞിട്ട് വിളിക്കണം, എന്തായി ഷൂട്ട് തുടങ്ങിയില്ല. അത് തുടങ്ങി, അത് ഈ ആർട്ടിസ്റ്റിനെ വെച്ച് തുടങ്ങി. അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതിനൊക്കെ ഒരുപാട് സിനിമകൾ ഉണ്ടായിട്ടുണ്ട്. അതെന്തായിരിക്കും കാരണം? ഒന്നും പറയില്ല. അപ്പോൾ പണ്ടൊക്കെ ഞാൻ വിചാരിച്ചിരുന്നു അവർ എന്നോട് ചെയ്യണ തെറ്റല്ലേ, ഭയങ്കര ക്രൂരതരാണ് കാണിക്കുന്നതൊക്കെ ഞാൻ പണ്ട് വിചാരിച്ചിരുന്നു. പക്ഷെ പിന്നീട് നമ്മൾ വയസ്സ് പ്രായമാവും തോറും നമുക്ക് മനസ്സിലാവണം, അതായത് അവരവരെ സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഓരോ കാര്യങ്ങളല്ലേ. ചിലപ്പോൾ അത് വേറൊരു ആർട്ടിസ്റ്റിന് വെച്ചതായിരിക്കാം, എനിക്കില്ലാതായിരിക്കാം. പിന്നെ അവർ ഇപ്പോൾ എന്താ പറയുക, അവരുടെ ഭാഗം സേഫ് ആക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന കുറെ കാര്യങ്ങളല്ലേ. അതിനിപ്പോൾ നമുക്ക് കുറ്റമൊന്നും പറയാൻ പറ്റില്ലല്ലോ. അതിലിപ്പോൾ നമ്മൾ എഫക്റ്റഡ് ആയി, പക്ഷെ അതിൽ വിഷമിച്ചിട്ടൊന്നും കാര്യമില്ല. നമ്മൾ നമ്മുടെ കാര്യം നോക്കി മുന്നോട്ട് പോകാന്നല്ലാതെ. നേരത്തെ പറഞ്ഞായിരുന്നല്ലോ സിനിമയിൽ എന്തൊക്കെ പറഞ്ഞാലും കുറച്ച് ഇന്നർ പൊളിറ്റിക്സ് ഒക്കെ ഉണ്ടെന്ന്. മേ ബി അതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കുമോ അങ്ങനെ മേ ബി പറഞ്ഞ റോള് മാറിപ്പോയത്? ആയിരിക്കാം. ഇന്നർ പൊളിറ്റിക്സിനേക്കാൾ കൂടുതൽ സർവൈവലാണ്. സർവൈവൽ മോഡിലാണല്ലോ എല്ലാവരും ഇരിക്കുന്നത്. എല്ലാവർക്കും ജീവിച്ചല്ലേ പറ്റുള്ളൂ, അവർക്ക് ജീവിക്കണ്ടേ. അപ്പൊ അവർക്ക് അവരുടെ സേഫ് സൈഡ് നോക്കണോ, അത്രേ ഉള്ളൂ. സിനിമയിൽ നല്ല ഫ്രണ്ട് സർക്കിൾ അങ്ങനെ പറയാനാണെങ്കിൽ നല്ലൊരു സർക്കിൾ ഉണ്ടോ, അല്ലെങ്കിൽ നല്ല സൗഹൃദങ്ങളുണ്ടോ? നമ്മളുടെ ഗ്രൂപ്പ് ഇപ്പോഴും ആക്റ്റീവാ ആണ്. സിദ്ധു, ദിനേശൻ, പ്രശാന്ത്, ശ്രീകുമാർ, ഞങ്ങൾക്കൊരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ട്. ഇപ്പോഴും ഞങ്ങൾ ഇടയ്ക്ക് കാണുകയും ഡിസ്കസ് ചെയ്യുകയും ഞങ്ങൾ ഒരുമിച്ച് ഇനിയിപ്പോൾ ഒരു സിനിമ അഭിനയിക്കാനും ഞങ്ങൾക്കൊരു ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്. ഞങ്ങളുടെ ഗ്രൂപ്പായിട്ട് ചെയ്യണമെന്നൊക്കെ ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങളിപ്പോൾ ആക്റ്റീവാണ്. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കോൺടാക്ട് ഒക്കെ ഉണ്ട്. ചിലപ്പോൾ ഞങ്ങൾ നാളെ ഒന്ന് മീറ്റ് ചെയ്തേക്കും. അതെ. അപ്പോൾ നിങ്ങളുടെ ഒരു ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മറക്കാൻ പറ്റാത്ത ഒരാള് നമ്മുടെ ജിഷ്ണു ചേട്ടനാ. അതെ. അപ്പോൾ നിങ്ങളിങ്ങനെ ഒരു ഗ്രൂപ്പ് ഗെറ്റ് ടുഗെദർ ഒക്കെ നടത്തുന്ന സമയത്ത് ചേട്ടൻ്റെ വീട്ടിലൊക്കെ പോവാറോ അങ്ങനെയൊക്കെ ഉണ്ടോ ഇടയ്ക്കൊക്കെ? ഈ നമ്മൾ കഴിഞ്ഞിട്ട് ഒരു വർഷത്തോളം ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ട് പോവുകയും വീട്ടിൽ പോയി താമസിക്കുകയും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ പിന്നീട് എല്ലാവരും ബിസി ആയി പോയി. എല്ലാവരും ഇപ്പോൾ ജിഷ്ണു കുറേ കാലം ഡൽഹിയിലായിരുന്നു. സിദ്ധുവിന്റെ തിരക്ക്, ഡയറക്ഷൻ അങ്ങനെയായിട്ട് മുന്നോട്ട് പോയി, അങ്ങനെയായിരുന്നു. പക്ഷെ ഞങ്ങൾ ഫോൺ ത്രൂ ഞങ്ങൾ സംസാരങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ റീസെന്റ് ഞങ്ങൾ ഇടയ്ക്ക് ഒന്ന് മീറ്റ് ചെയ്യണം എന്നുള്ളൊരു നിർബന്ധമായിട്ട് ഞങ്ങൾ വെക്കുകയും ഇടയ്ക്ക് ഒരു 1 in 6 months ഞങ്ങളൊന്ന് മീറ്റ് ചെയ്യും, സംസാരിക്കും. അതുപോലെ തന്നെ ഒരു ഫ്രണ്ട് സർക്കിൾ പറയാനാണെങ്കിൽ മാറ്റി നിർത്താൻ പറ്റാത്ത മൂവിയാ സ്വപ്നക്കൂടും അല്ലേ? അപ്പോൾ അതിലെ കണക്ഷൻസ് എങ്ങനെയാ ഇൻഡിവിജ്വലി ഓരോരുത്തരായിട്ടുള്ള? ഞങ്ങൾ സിനിമയ്ക്ക് പുറമെ അങ്ങനെ ഞാൻ വലിയ കോണ്ടാക്ട് അങ്ങനത്തെ സംഭവമൊന്നുമില്ല. പക്ഷെ ഞങ്ങൾ അടുത്ത സുഹൃത്തുക്കളാണ്. ഇപ്പോൾ ചാക്കോച്ചനായാലും ജയനായാലും രാജായാലും ഞങ്ങൾ നല്ല സുഹൃത്തുക്കളൊക്കെ തന്നെയാണ്. പക്ഷെ ഇങ്ങനത്തെ കോണ്ടാക്റ്റും സംസാരങ്ങളും അങ്ങനത്തെ ഒന്നും ഇല്ല. കാണുമ്പോൾ ഞങ്ങൾ നല്ല സുഹൃത്തുക്കളാണ്. അന്ന് പോണ്ടിച്ചേരിയിൽ
പോണ്ടിച്ചേരി. അതെ. അയ്യോ 4-5 ഷെഡ്യൂൾ എടുത്ത പടം അത്. അന്നൊന്ന് പോണ്ടിച്ചേരി കിടന്ന് വിലസിയും തോന്നല്ലോ. പോണ്ടിച്ചേരി കിടന്ന് കറങ്ങി. ഇപ്പോഴും പോണ്ടിച്ചേരി വഴി പോകുമ്പോ ഈ സ്വപ്നക്കൂട് മെമ്മറീസ് ആയിരിക്കുമല്ലോ. സ്വപ്നക്കൂട് മെമ്മറീസ് ഉണ്ട്, ഒരുപാട് മെമ്മറീസ് ഉണ്ട്. പാൻ വിക്കണതും പാൻ വിക്കണ മൂലയും നല്ല രസമായിരുന്നു. അതെ. എനിക്ക് ഇങ്ങനെ പെട്ടെന്ന് മൈൻഡിലോട്ട് വരുന്നത് കൊച്ചിൻ ഹനീഫ ഇക്കൻ്റെ അടുത്തൊക്കെ ദേഷ്യപ്പെടുന്നതും ഇതൊക്കെ എടുത്തുകൊണ്ട് പോകുന്നൊക്കെ പറഞ്ഞിട്ട് റൂമിൽ നിന്നൊക്കെ മാറ്റുന്നതും ഒക്കെയാ. ശരിക്കും ആ മൂവിയിൽ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സീൻ എന്തായിരിക്കും? നിങ്ങളുടെ ഒരു കോമ്പിനേഷൻ സീൻസ് മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ എല്ലാവരും വെച്ചിട്ട്. കോമ്പിനേഷൻ സീൻസ് അത് ഗ്രൂപ്പിലെല്ലാവരും യാതൊരു അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഈഗോ ഇല്ലാത്തതുകൊണ്ട് മൊത്തം ഷൂട്ട് പ്രോസസ് തന്നെ രസമായിരുന്നു. അതെ. ഇപ്പോൾ ഈവൻ ഇപ്പോൾ ആർട്ടിസ്റ്റുകൾ മാത്രമല്ല, എൻ്റെ ടെക്നീഷ്യൻ ഇപ്പോൾ കമൽ സാറിൻ്റെ ടീമാണ്. എല്ലാവരും നമ്മളെ പരിചയമുള്ള ആൾക്കാരാണ്. അസോസിയേറ്റ്സ് ആയാലും അസിസ്റ്റൻസ് ആയാലും. അപ്പോൾ ഞങ്ങൾ എല്ലാവരും ഷൂട്ട് കഴിഞ്ഞാലും ചിലപ്പോൾ ഒരുമിച്ച് കൂടുകയും കുറേ നേരം സംസാരിക്കുകയും അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് പ്രത്യേകിച്ച് ഒരു എടുത്ത് പറയത്തക്ക ഒരു സീൻ ഒന്നും അങ്ങനെയില്ല. അത് കുറേ സോങ് ഷൂട്ട് സമയത്ത് അവിടെ ഈ സമൂസ ഉണ്ടാക്കുക, ബജ്ജി ഉണ്ടാക്കുക, അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ടല്ലോ. അതൊക്കെ ഇവരൊക്കെ തന്നെ, അതായത് രാജുവായാലും ഇവരായാലും അവരെന്നെ പോയി പഠിച്ചിട്ട് അവരൊക്കെ ഉണ്ടാക്കും. സോങ് കട്ടിന് വേണ്ടിയിട്ട് അവരപ്പോഴേക്ക് സ്പോട്ടിൽ പഠിക്കും. ഒക്കെ നല്ല രസമായിരുന്നു. ഈ നമുക്കിപ്പോൾ വിജീഷ് എന്ന് പറഞ്ഞതിനേക്കാളും കൂടുതൽ ആളുകൾക്ക് പെട്ടെന്ന് മൈൻഡിലോട്ട് വരുന്ന നൂലുണ്ട എന്നുള്ള പേരാ. ഈ പേര് സത്യത്തിൽ പറഞ്ഞാൽ സിനിമയിലോട്ട് വന്നപ്പോൾ കിട്ടിയ പേരാണോ അതോ സിനിമ ഫസ്റ്റ് നമ്മൾ അതിനകത്തുള്ള ക്യാരക്ടർ അങ്ങനെ വന്ന പേരാണ് അതിന് മുമ്പ്? അതെ. ശരിക്കും പറഞ്ഞാൽ അപ്പൊ ആ ഒരു ടൈമില് ആ പേര് എൻജോയ് ചെയ്തിരുന്നോ അതോ വിഷമം ഉണ്ടായിരുന്നോ? അല്ല മേ ബി അങ്ങനെ ഇനി പറയാൻ പറ്റില്ലല്ലോ. അത് ഒരു പയ്യന്റെ ശരിക്കുള്ള പേരാണ്, ശരിക്കുള്ള പേരല്ല, അവരെ ശരിക്കും കളിയാക്കിയ പേരാ. അല്ല ലൈക്ക് പൊതുവേ ഇപ്പൊ മണ്ണുള്ളവർക്കൊക്കെ ആണെങ്കിലും പല പല പേരിട്ടിട്ട് വിളിക്കുമല്ലോ. ഇപ്പൊ നമുക്ക് അറിയില്ലല്ലോ ഇനി അങ്ങനെ വിളിച്ചിട്ടുണ്ടോ. ഇപ്പൊ പക്രു ചേട്ടനാണെങ്കിൽ അങ്ങനെയൊക്കെ പേരൊക്കെ വരുമല്ലോ. അപ്പൊ അങ്ങനെ വന്നിട്ടുണ്ടോ? മോട്ടു എന്ന് വിളിച്ചായിരുന്നു തന്നെ എന്റെ കൂട്ടുകാർ. ഞാൻ ഖത്തറിലായിരുന്നല്ലോ പഠിച്ചൊക്കെ. കൂടുതൽ ഞങ്ങളുടെ കോൺവെർസേഷൻ ഹിന്ദിയിലേക്ക് ആയിരിക്കും. മോട്ടു കിതരെ, മോട്ടു കബിയാറെ, അങ്ങനെ മോട്ടു തന്നെ വിളിച്ചായിരുന്നു. അല്ലാതെ നൂലുണ്ടാന്നുള്ള പേര് സിനിമയിൽ വന്നതിന് ശേഷം. അപ്പൊ ആ പേര് ശരിക്കും പറഞ്ഞാൽ എങ്ങനെ എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ടൈമിൽ, അതോ പിന്നീട് എല്ലാവരും അങ്ങനെയൊക്കെ വിളിക്കുന്ന സമയത്ത് വിഷമമുള്ള കൂട്ടത്തിലായിരുന്നു? വിഷമമൊന്നുമില്ല, അറിയാം. അത് ഭയങ്കര എനിക്ക് ഇപ്പൊ ഭയങ്കര ഭാഗ്യമായിട്ട് തോന്നുന്നു. കാരണം വെച്ചാല് നൂലുണ്ടാന്ന് പറഞ്ഞാലാണ് അറിയാം. എന്നെ കണ്ടാലും മനസ്സിലാവില്ല ബേസിക്കലി. ഇപ്പൊ ആ ഒരു രൂപത്തിൽ ഇപ്പൊ ഈ രൂപത്തിൽ കണ്ടാലും പെട്ടെന്ന് മനസ്സിലാവില്ല ഇതന്നെയാണോ അതെന്നൊക്കെയാണ്. പക്ഷെ എനിക്ക് ആ ക്യാരക്ടർ കിട്ടിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അങ്ങനത്തെ ഒരു നൂലുണ്ടാന്നുള്ള പേര് വന്നതിലും ഭയങ്കര സന്തോഷമുണ്ട്. അതെ. ഈ പഴയ സീൻസ് ഒക്കെ ഇതേപോലെ ടി വിയിൽ ഒരു പ്രത്യേക ഭാഗ്യമാണല്ലോ. അതായത് ഒരു മേക്ക് ഓവർ കഴിഞ്ഞിട്ടാണെങ്കിൽ പോലും ചിലർക്കൊക്കെ മേക്ക് ഓവറിന് മുമ്പത്തെ ചിലപ്പോൾ ഒരു ഫോട്ടോ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇതൊരു ഫുൾ മൂവി തന്നെ കിടക്കുകയാണ് ഇത് കാണാനായിട്ട്. അപ്പൊ സ്ക്രീനിൽ ടി വിയിലൊക്കെ ഇങ്ങനെ സിനിമയൊക്കെ വരുമ്പോഴത്തേക്കേ എന്ത് ഫീൽ ചെയ്യുന്നത്? അങ്ങനെ പ്രത്യേകിച്ച് ഫീലൊന്നുമില്ല. എനിക്ക് അങ്ങനെ വലിയ മാറ്റങ്ങളൊന്നും ഫീൽ ചെയ്യണമൊന്നുമില്ല.